എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയുടെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബ ബവുമ നിരാശയുടെ കൊടുമുടിയിലായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിശാഖപട്ടണത്ത് നടന്ന നിർണായകമായ മൂന്നാം ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ 2-1 പരമ്പര സ്വന്തമാക്കിയതോടെയാണ് ബവുമ വികാരാധീനനായി പ്രതികരിച്ചത്. യുവതാരം യശസ്വി ജയ്സ്വാളിന്റെ തകർപ്പൻ സെഞ്ചുറിയും വിരാട് കോഹ്ലിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെയും പിൻബലത്തിൽ 271 റൺസ് വിജയലക്ഷ്യം വെറും 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. ഈ ഉജ്ജ്വല ജയത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബ ബവുമ ഞെട്ടിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയെ കൃത്യതയാർന്ന ബൌളിംഗിലൂടെ ഇന്ത്യൻ ടീം 47.5 ഓവറിൽ 270 റൺസിന് ഓൾ ഔട്ടാക്കി. കുൽദീപ് യാദവും പ്രസിദ്ധ കൃഷ്ണയും 4 വിക്കറ്റുകൾ വീതം വീഴ്ത്തി ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയെ തകർത്തെറിഞ്ഞു. ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സിന്റെ തുടക്കം തന്നെ പിഴച്ചു. ആദ്യ ഓവറിൽ തന്നെ റയാൻ റിക്കൽട്ടനെ അർഷദീപ് സിംഗ് ക്ലീൻ ബൌൾഡാക്കി മടക്കി. തുടർന്ന് ക്വിന്റൺ ഡിക്കോക്കും ടെംബ ബവുമയും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ 114 റൺസിന്റെ കൂട്ടുകെട്ട് സ്ഥാപിച്ചു. 48 റൺസെടുത്ത ബവുമയെ രവീന്ദ്ര ജഡേജ പുറത്താക്കി. ക്വിന്റൺ ഡിക്കോക്ക് 80 പന്തിൽ 8 ഫോറുകളും 6 സിക്സറുകളും സഹിതം 106 റൺസെടുത്ത് സെഞ്ചുറി തികച്ചു. എന്നാൽ പ്രസിദ്ധ കൃഷ്ണയുടെ കൃത്യതയാർന്ന യോർക്കറിൽ ഡിക്കോക്ക് ക്ലീൻ ബൌൾഡായി. പിന്നീട് ദക്ഷിണാഫ്രിക്കൻ മധ്യനിര തകരുകയായിരുന്നു. മാത്യു ബ്രീഡ്സ്കെ, എയ്ഡൻ മാർക്രം, ഡിവോൾഡ് ബ്രെവിൽ തുടങ്ങിയവർക്ക് നിലയുറപ്പിക്കാനായില്ല. ഇന്ത്യൻ ബൌളിംഗിൽ കുൽദീപ് യാദവ് 9.4 ഓവറിൽ 41 റൺസിന് 4 വിക്കറ്റും പ്രസിദ്ധ കൃഷ്ണ 9.5 ഓവറിൽ 66 റൺസിന് 4 വിക്കറ്റും നേടി ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സിന്റെ നട്ടെല്ലൊടിച്ചു. 271 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യൻ ടീമിന് രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത്. ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 155 റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ട് പടുത്തുയർത്തി. യശസ്വി ജയ്സ്വാൾ 75 പന്തിൽ തന്റെ കന്നി ഏകദിന അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. രോഹിത് ശർമ്മ 54 പന്തിൽ തന്റെ 61ാമത് ഏകദിന അർദ്ധ സെഞ്ചുറിയും നേടി. ഈ ഇന്നിംഗ്സിനിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 20,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരമായും അദ്ദേഹം മാറി. 73 പന്തിൽ 76 റൺസെടുത്ത രോഹിത് ശർമ്മയെ കേശവ് മഹാരാജ് പുറത്താക്കി. ശേഷം ക്രീസിലെത്തിയ വിരാട് കോഹ്ലിയും ജയ്സ്വാളും ചേർന്ന് 116 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ടുണ്ടാക്കി വിജയം ഉറപ്പിച്ചു. യശസ്വി ജയ്സ്വാൾ തന്റെ കന്നി ഏകദിന സെഞ്ചുറി പൂർത്തിയാക്കി. വിരാട് കോഹ്ലി പുറത്താകാതെ 50 റൺസെടുത്തു. 9 വിക്കറ്റ് ബാക്കി നിൽക്കെ ഇന്ത്യ ലക്ഷ്യം കണ്ടു. ദയനീയമായ തോൽവിക്ക് ശേഷം പ്രസന്റേഷൻ ചടങ്ങിൽ ദക്ഷിണാഫ്രിക്കൻ നായകൻ ടെംബ ബവുമ വികാരാധീനനായി പ്രതികരിച്ചത് അതിങ്ങനെയായിരുന്നു: ഞാൻ അങ്ങേയറ്റം നിരാശനാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ വിജയിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പരമ്പര 1-1 തുല്യതയിലാക്കിയ ശേഷമാണ് മൂന്നാം മത്സരത്തിൽ ഇന്ത്യ 9 വിക്കറ്റിന് ഞങ്ങളെ തകർത്ത് പരമ്പര നേടിയത്, ബവുമ പറഞ്ഞു. ഇന്ത്യൻ ബൌളർമാരുടെ പ്രകടനത്തെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. കുൽദീപ് യാദവ് 4 വിക്കറ്റ് വീഴ്ത്തി ഞങ്ങളുടെ ഇന്നിംഗ്സ് തകർത്തു. അദ്ദേഹത്തിന്റെ ഗൂഗിളിയും വേരിയേഷനുകളും ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. പ്രസിദ്ധ കൃഷ്ണയുടെ യോർക്കറുകളും സ്ലോവർ ബോളുകളും ഡെത്ത് ഓവറുകളിൽ വിസ്മയം തീർത്തു, ബവുമ കൂട്ടിച്ചേർത്തു. 3-167 എന്ന ശക്തമായ നിലയിൽ നിന്ന് ടീം തകർന്നടിഞ്ഞതാണ് ഏറ്റവും വലിയ പിഴവെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഞങ്ങളുടെ തുടക്കം നന്നായിരുന്നു. ഡീകോക്കും ഞാനും ചേർന്ന് മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി. എന്നാൽ കൃത്യമായ ലൈനിലെറിഞ്ഞ ജഡേജ എന്നെ പുറത്താക്കി. ഡീകോക്ക് സെഞ്ചുറി നേടി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രസിദ്ധ കൃഷ്ണയുടെ യോർക്കർ ഒരു വലിയ ഷോക്കായി. 270 റൺസ് ഈ പിച്ചിൽ മതിയായ സ്കോർ ആയിരുന്നില്ല. ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ അദ്ദേഹം വാനോളം പുകഴ്ത്തി. രോഹിത് ശർമ്മയുടെ ആക്രമണോത്സാഹവും ജയ്സ്വാളിന്റെ സ്ഥിരതയും ഞങ്ങൾക്ക് അവസരം നൽകിയില്ല. രോഹിത് പുറത്തായ ശേഷമെത്തിയ വിരാട് കോഹ്ലിയും ജയ്സ്വാളും ചേർന്ന് നടത്തിയ അപരാജിത കൂട്ടുകെട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ചേസിംഗ് കൂട്ടുകെട്ടാണെന്ന് തെളിയിച്ചു. ജയ്സ്വാളും കോഹ്ലിയും ഇത്രയും മികച്ച ഫോമിലായിരിക്കുമ്പോൾ ഇന്ത്യയെ തോൽപ്പിക്കുക എന്നത് അസാധ്യമാണ്, ബവുമ പറഞ്ഞു. ബവുമയുടെ ഈ പ്രസ്താവന ഇന്ത്യൻ ടീമിന്റെ ശക്തിയെ വ്യക്തമാക്കുന്നു. കുൽദീപിന്റെ സ്പെല്ലും പ്രസിദ്ധിന്റെ കൃത്യതയും ജയ്സ്വാൾ കോഹ്ലി കൂട്ടുകെട്ടും ദക്ഷിണാഫ്രിക്കയെ മുട്ടുകുത്തിക്കാൻ നിർബന്ധിതരാക്കി. എന്തായാലും ഈ ചരിത്രപരമായ വിജയത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? രോഹിത് കോഹ്ലി ജയ്സ്വാൾ കൂട്ടുകെട്ട് 2027 ലോകകപ്പ് വരെ തുടരണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.